Hi dears, good evening all of you. AI ഹീലിംഗ് ഹബിന്റെ മാജിക്കൽ ടോക്കിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ മാജിക്കൽ ടോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അല്ലേ? ഇതുമാതിരി അറിവുകളാണ് അല്ലെ, ഒഴുകി 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 ഒരു ഫ്ലോ പോലെ കുറച്ച് സമയത്തേക്കാണെന്ന് കരുതി, പക്ഷെ അവർക്ക് നിർത്താൻ കഴിയാത്തൊരവസ്ഥ, കേട്ട് നിൽക്കുന്ന നമുക്കും വീണ്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാന് ഒന്നും കൂടി അത് റെക്കോർഡ് ഒന്നുകൂടി കേട്ടു. അത്രമാത്രം നല്ല നല്ല അറിവുകളാണ് നമുക്ക് പകർന്നു തന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെടുത്ത് പകർത്തുക എന്നതും കൂടി അതിലടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അദ്നാൻ സാറിന്റെ കോച്ചായിട്ട് ഇറങ്ങിയിട്ടുള്ള വേറൊരു
ആസിയമ്മാണ്. ആ ഒരു ആസിയമ്മിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആസിയമ്മന്റെ കേട്ടോ, നമ്മൾ ആസിയമ്മന്നെയാണ്, പക്ഷെ പേര് ആസിയമ്മാവിന്റെ ജോഡി പെയറായിരുന്നു അവര്, ആ ആസിയമ്മ. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ നിങ്ങളൊക്കെ അറിവ് ലഭിക്കാനായിട്ട് വന്നവരാണെന്ന് അറിയാം. നമ്മളുടെ ഹൃദയം എത്രത്തോളം വിശാലമാകുന്നുണ്ടോ അത്രത്തോളം വിശാലത ഇനിയും വിശാലത ആവാനുണ്ട്. ഓരോരോ പുതിയ പുതിയ അറിവുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു, ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഹൃദയത്തിലോട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഓവർ ടു യു അസീമ. Assalamu alaikum. Good morning, all of Walaikum good salam. evening, all of you. Salam. വലൈക്കും നമ്മുടെ അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാജിക്കൽ ടോക്കിന്റെ 3-ാമത്തെ വീക്കാണ്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷം മനസ്സിൽ തോന്നുന്നുണ്ട്. നിസ്രമ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഒരുപാട് എല്ലാവർക്കും തന്നെ നല്ലവണ്ണം യൂസ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനും അതിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഗൈഡിന്റെ ഡിസൈപ്പിള് നമുക്ക് ഒരു ക്ലാസ് എടുത്ത് തന്നപ്പോ ഞാനും കുറച്ച് സമയം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നന്നായിട്ട് അത് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ നമ്മുടെ ലൈഫില് നമ്മൾ അറിയേണ്ടതുണ്ടോ അതിനെക്കുറിച്ച് എല്ലാം നമുക്ക് പറഞ്ഞു തന്നു. വെച്ചാൽ ഞാൻ അന്നേരം തന്നെ എന്റെ മൈൻഡിൽ വന്നൊരു കാര്യം എന്താ വെച്ചാല്, ഈ ഒരു സെഷൻ തുടങ്ങുമ്പോൾ തന്നെ ദ ആർട്ട് ഓഫ് ലൈഫ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. സെക്കൻഡ് ഡേയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ലൈഫിൽ എന്തൊക്കെ കണക്റ്റഡ് ആവാനുണ്ടോ അതെല്ലാം കണക്റ്റഡ് ആയിട്ട് ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നു എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ പിന്നെ എനിക്ക് പ്രത്യേകം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പ്രത്യേകം എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, ഇരിക്കുന്നവരെന്ത് ചെയ്യുക, ജസ്റ്റ് വീഡിയോ മോഡ് ഓൺ ആക്കി ഇരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തിനായിരിക്കും? നമ്മളിൽ ഒരു എനർജി ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അത് ആരിലാണെങ്കിലും ആ ഒരു സംഭവം നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് നമ്മൾ സംസാരിക്കുന്നവരുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ് ഏറെയും നമ്മളിലേക്ക് ആ ഒരു മാറ്റം വരിക എന്നുള്ളത്. അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ ഒരു രീതിയിൽ ഒരു ക്ലാസ് കാണുന്നത് പോലെ അല്ല, കേൾക്കുന്നത് പോലെ എവിടെയെങ്കിലും ഒരു ഫോൺ വെച്ചിട്ടിരുന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അല്ല നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും, ഇല്ലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നതിനെ കുറിച്ച് പഠിക്കുമ്പോഴും, നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവുകളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഫുള്ളായിട്ടിരുന്ന് ആ ഒരു മൊമെന്റിൽ പ്രസന്റിൽ നമ്മൾ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാലോ, നമ്മുടെ സബ് കോൺഷ്യസും അതേപോലെ ആ പ്രസന്റിൽ അവിടെ ജോയിൻ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ വീഡിയോ ഓഫാക്കി വെച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ആ സബ് കോൺഷ്യസും വേറെ എവിടെയൊക്കെയോ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താ ചെയ്യുക, പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും എന്താണ്, മെഡിറ്റേഷന് ശേഷം എല്ലാവരും വീഡിയോയിൽ ഇരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നതും എന്നെ പോലെ ഒരു വ്യക്തി തന്നെയാണ്. എൻ്റെ ഒപ്പം GCTP കഴിഞ്ഞ ഞങ്ങള് എന്താ പറയാ പെയറായിരുന്നു. അപ്പൊ ആ ഒപ്പം തന്നെ ഒരുമിച്ച് മെന്ററിങ്ങിലും GCTPയിലും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ തരുന്ന അറിവുകൾ മാത്രമല്ല, എവിടുന്നൊക്കെ എത്രയൊക്കെ അറിവുകൾ നമുക്ക് നേടാൻ പറ്റുമോ അത്രയും അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഈ കേൾക്കുന്ന കുറച്ചു പേരിലാണെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം അവരുടെ ലൈഫിൽ വന്നിട്ട് നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആ ഒരു സന്തോഷം മനസ്സിൽ വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് പോവാം. പതിയെ കണ്ണുകൾ അടച്ച്
ശാന്തമായ മനസ്സോട് കൂടിയിരിക്കുക. ഈ ജീവിതത്തില് നമുക്ക് എന്താണോ വേണ്ടത്, ഈ നിമിഷത്തിൽ നമുക്ക് എന്താണോ ഉള്ളത്, അതിനെല്ലാം ഒന്ന് ഫീൽ ചെയ്യുക. അതിന് ആരോടാണോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ തോന്നുന്നത്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലേക്ക് കൊണ്ടുവരിക. നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടായ നന്മ നിറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ നിമിഷത്തില് അതിനെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് ഫീൽ ചെയ്യുക. ആ ഫീലിലൂടെ നമ്മുടെ ശരീരം മുഴുവനും വ്യാപിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയെ അനുഭവിച്ചറിയുക. എത്രത്തോളം ആ ഒരു എനർജിയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ, അത്രത്തോളം നിങ്ങൾ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ എത്രത്തോളം അറിയുന്നുണ്ടോ, ആ ഒരു ശ്വാസത്തിൽ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഫീൽ ചെയ്യുക, ആ സന്തോഷകരമായ നിമിഷത്തെ, സ്വന്തത്തെ അറിയുന്ന ആ ഒരു നിമിഷത്തെ, ആ സ്വന്തത്തിലൂടെ പ്രപഞ്ചനാഥനെ സൃഷ്ടിച്ചവനെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തെ നന്നായിട്ട് ഫീൽ ചെയ്യുക. ആ ഫീലിങ്സിൽ ശരീരവും മനസ്സും ഒന്നാകുന്നതും, അതിലൂടെ നാം ഒരു കുഞ്ഞായി ഉമ്മയുടെ വയറ്റിൽ ജനിച്ചതും, അവിടെ നിന്നും നാം ആദ്യമായി പുറത്തു വരികയും ആ ഒരു ശ്വാസം ശ്വസിക്കുകയും ചെയ്ത നിമിഷത്തെ ഒന്ന് ഫീൽ ചെയ്യുക. ആ നിമിഷം ഉമ്മയിലും വാപ്പയിലും ഉണ്ടായ ഒരു മാറ്റത്തെ തിരിച്ചറിയുക, സന്തോഷത്തെ ഫീൽ ചെയ്യുക. അതോടൊപ്പം കൂടപ്പിറപ്പുകളായി നമ്മളോടൊപ്പം നമുക്ക് ലഭിച്ച കൂടപ്പിറപ്പുകളെ ഫീൽ ചെയ്യുക. സന്തോഷത്തോടു കൂടി അവരെ കുറിച്ച് എല്ലാം ഓർക്കുക. ആ നിമിഷത്തില് ആ ജീവിതം ഒന്ന് ആസ്വദിക്കുക. ആ കുട്ടിക്കാലം നന്നായിട്ടൊന്ന് ആസ്വദിക്കുക. എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു കുട്ടിക്കാലത്തിലൂടെ കടന്നു പോയതെന്ന്, അന്ന് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം ആ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാര്, അതെവിടെയൊക്കെ നമ്മൾ പഠനം നടത്തിയിട്ടുണ്ടോ ആ പഠനത്തിലൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല കൂട്ടുകാര്, ആ കൂട്ടുകാരെയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതേപോലെ നമുക്ക് അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു അറിവുകൾ നേടിയതും ആ അറിവിലൂടെ നമുക്ക് വന്ന മാറ്റത്തെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ലഭിച്ച അറിവ് നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയത്, ആ നിമിഷം നമ്മളോട് താങ്ക് യു അല്ലെങ്കിൽ സന്തോഷായിട്ടോ എന്നൊരു വാക്ക് പറഞ്ഞത്, ആ സമയം നമ്മൾ സന്തോഷിച്ചത്, ഇതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം ജീവിതത്തിൽ ഓരോ ഭാവങ്ങളായിട്ട് നമ്മളിലൂടെ കടന്നു പോയത്, കുട്ടിയായത്, ബാല്യം, കൗമാരം, യൗവനം, ഈ സമയങ്ങളിലെല്ലാം നമ്മളിൽ വന്ന ഒരു മാറ്റത്തെ
ഒന്ന് തിരിച്ചറിയുക. അതിലൂടെ തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നതും മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചത് പുതിയ വീട്, ലൈഫ് പാർട്ട്ണർ, അവിടെയുള്ള റിലേറ്റീവ്സ്, അങ്ങനെ ആ ഒരു മാരേജ് എന്നുള്ളൊരു സമയവും അതുമായി ബന്ധപ്പെട്ടതുമായ എല്ലാവരെയും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു വിവാഹ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മക്കളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് സൃഷ്ടിച്ചവനിലേക്ക് നന്ദി പറയുക. ആ മക്കളോടൊപ്പം എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതിന് ലൈഫ് പാർട്ട്ണറോടൊത്ത്, ആ ബന്ധുമിത്രാദികളോടൊത്ത് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുന്നതിന് റബ്ബിനോട് നന്ദി പറയുക. ഫീൽ ചെയ്യുക. ഈ നിമിഷം വരെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ ബന്ധങ്ങൾക്കും നന്ദി പറയുക. അതുപോലെ തന്നെ ഓരോ സന്തോഷം നമ്മളിൽ ലഭിക്കുമ്പോഴും നാം അത് അനുഭവിച്ചറിഞ്ഞത് ഫീൽ ചെയ്യുക. ഓരോ തവണയും മികച്ചതായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏറെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി പ്രപഞ്ചനാഥനിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് തവക്കൽ ചെയ്യുക. ലഭിച്ച ഓരോ നന്മകളും ജീവിതത്തെ എത്രത്തോളം സുന്ദരമാക്കിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഫീൽ ചെയ്യുക. ഈ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ കുറച്ചു സമയം മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വിടുക. ആ റിലാക്സേഷനിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത്, അറിവ്, ആരോഗ്യം, നല്ല ബന്ധങ്ങള്, ഇതിനെല്ലാം പ്രപഞ്ചനാഥനോട് നന്ദി പറയുക. ഫീൽ ദ എനർജി, ഫീൽ ദ വൈബ്രേഷൻ. നന്നായി പുഞ്ചിരിക്കുക. എത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഞാൻ പലപ്പോഴും എന്നെ ഓരോ കാര്യങ്ങൾക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം എൻ്റെ ഉള്ളിലുണ്ടായ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾക്കും ഞാൻ ഫൊർഗീവ് ചോദിക്കുകയാണ്. എൻ്റെ സെൽഫിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ സെൽഫിനോട് ഞാൻ എത്രത്തോളം ക്ഷമ ചോദിക്കുകയും ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ അത്രത്തോളം എൻ്റെ ഉള്ളിൽ ആ സ്നേഹം നിറഞ്ഞു കവിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫൊർഗീവ്നെസ്സിൻ്റെ മാന്ത്രികതയൊന്ന് തിരിച്ചറിയുക. അതിലൂടെ ലഭിക്കുന്ന ഒരു സന്തോഷകരമായ നിമിഷത്തെ ഫീൽ ചെയ്യുക. ഈ ജീവിതത്തിൽ ആരോടൊക്കെ എന്തിനൊക്കെ എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടോ അതിനെല്ലാം ഈ ഒരു നിമിഷത്തിൽ ക്ഷമ ചോദിക്കുക. ആ ക്ഷമയിലൂടെ, ആ ക്ഷമ ചോദിക്കലിലൂടെ, ക്ഷമിക്കലിലൂടെ നമ്മളിലൂടെ വളർന്നു വരുന്ന ഒരു സ്നേഹത്തെ ഫീൽ ചെയ്ത് ആ സ്നേഹത്തിൻ്റെ ആ ഒരു നിമിഷത്തിനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ക്ഷമയോടെ
ജീവിക്കാൻ സാധിച്ചതിന് നന്ദി പറയുക. ഈ നിമിഷത്തിലും ഒരു കുട്ടിയായി പുഞ്ചിരിച്ച മുഖവുമായി ഈ ലോകത്തെ കാണാൻ സാധിക്കുന്നതിന്, അതിലെ അറിവുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നതിന്, ജീവിതത്തിലുണ്ടായ ഓരോ പോരായ്മകളും ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കാണ് എന്നിൽ സംഭവിച്ചതെന്ന തിരിച്ചറിവിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ കണ്ണു തുറക്കുക. നന്നായി പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിയിലൂടെ അറിയുക, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ അറിയുക. യെസ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, ma'am. Thank you so much. കരഞ്ഞുപോയി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. GCTPയിലെ 16th ബാച്ചിലെ കോച്ചാണ്. അസ്യ മാമിനെ ഞാൻ സ്നേഹപൂർവ്വം മാജിക്കൽ ടോക്കിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓൾറെഡി നസീറ മാം സ്വാഗതം ചെയ്തതായിരുന്നു, എങ്കിലും വെൽക്കം അസ്യ മാം. ഓവർ ടു യു. Good evening, all of you. Clear അല്ലേ? ഓക്കെ. എല്ലാവർക്കും തന്നെയല്ലേ? അൽഹംദുലില്ലാ. കാണാൻ സന്തോഷം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? റെഡി അല്ലേ എല്ലാരും? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ? അപ്പൊ നമുക്കൊരു പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഓക്കെ. ഒരിടത്ത് ഒരു ധനികനും അദ്ദേഹത്തിന് ഒരു മകനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധനികൻ നല്ല കഠിനാധ്വാനിയും അദ്ദേഹത്തിന് എത്തിയ സമയം അതിനെ വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത് നേരെ തിരിച്ചാണ്. അവൻ ഭയങ്കര അലസനും മടിയനും, കിട്ടുന്ന സമയം മുഴുവൻ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ആളുമായിരുന്നു. അപ്പം ഇത് ഈ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം സൃഷ്ടിച്ചു ഈ മോന്റെ ഈ വളർച്ച. കാരണം ഈ അച്ഛന്റെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടി വരുമ്പം ഈ അലസനായ മകനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും പ്രയോജനം ചെയ്യാതെ ആയി പോകുമല്ലോ എന്നുള്ളൊരു വിഷമം ഈ പിതാവ് നേരിട്ടിരുന്നു. അങ്ങനെ ഈ ഫാമിലി മുഴുവൻ ഈ മോന്റെ ഈ അലസതയും മടിയും കാരണം വല്ലാത്ത വിഷമത്തിലായി. അങ്ങനെ ഒരിക്കല് ഇദ്ദേഹം ഈ മകനെയും കൂട്ടി കുറച്ച് ദൂരെയുള്ള ഒരു പാർക്കിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പാർക്കില് ഒരുപാട് ആളുകൾ വന്നു സ്ഥലമല്ലേ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭിക്ഷക്കാരും അന്നേ ദിവസം വന്നിരുന്നു. അപ്പൊ അതിൽ നിന്നും ഒരു 3 ഭിക്ഷക്കാരെ വിളിച്ചിട്ട് ഈ ധനികൻ അവർക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന പെട്ടിയിൽ നിന്നും ഒരു 3 കെട്ട് നോട്ടുകൾ 3 പേർക്കുമായിട്ട് വിഭജിച്ചു കൊടുത്തു. അങ്ങനെ അത് കൊടുത്തപ്പം ഈ മകന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവൻ ചോദിക്കുമ്പോഴൊന്നും അച്ഛൻ ഒന്നും കൊടുക്കാറില്ല. കാരണം ഇവന്റെ മടി കാരണമാണ് കൊടുക്കാത്തത്. പക്ഷെ ഇവൻ അത് വിഷമത്തോട് നോക്കുന്നു, പക്ഷെ തിരിച്ചൊന്നും പറഞ്ഞില്ല.
എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഈ മകനെയും കൂട്ടി ഇതേ സ്ഥലത്തേക്ക് വീണ്ടും ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ആ, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പൈസ കൊടുത്ത ആ ഭിക്ഷക്കാരിൽ ഒരാള് അവിടെ തന്നെ ഇരുന്ന് വീണ്ടും ഭിക്ഷ യാചിക്കുന്നതായിട്ടാണ് ഈ പിതാവ് കാണുന്നത്. അപ്പൊ അദ്ദേഹം ആ ആ, ഭിക്ഷക്കാരന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിനക്ക് കുറച്ച് ധനം തന്നിരുന്നു, നീ അതെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, സാർ എനിക്കത് യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു ആ ധനം, അതുകൊണ്ട് ഞാൻ 3 മാസം ഒന്നും ചെയ്തില്ല, ഭിക്ഷ യാചിക്കാനും വന്നില്ല, വേറൊരു പണിക്കും പോയില്ല. ഈ ധനം സുഖമായിട്ട് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാനും അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുമായിട്ടും എടുത്തു. അത് തീർന്നപ്പോൾ ഞാൻ വീണ്ടും ഭിക്ഷ യാചിക്കാനായിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നിന്റെ കൂടെ അടുത്ത 2 പേരും കൂടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇതുപോലെ പൈസ കൊടുത്ത്, അവർ 2 പേരും എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട്. അപ്പം അടുത്തുള്ള ഒരു ഹോട്ടൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഭിക്ഷക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആ ഹോട്ടൽ നടത്തുകയാണ്, ഇപ്പം ആ ഹോട്ടലിൻ്റെ ഉടമ അയാളാണെന്ന് പറയുന്നു. മറ്റേ ആളെ കുറിച്ച് എനിക്കൊരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ മകനെയും കൂട്ടി ഈ പിതാവ് വീണ്ടും എന്താണ് ആ ഹോട്ടലിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ആ ഹോട്ടലിൽ വെച്ച് ഈ അതിന്റെ ഓണറെ കണ്ടുമുട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും സാർ, എനിക്ക് താങ്കളെ ഓർമ്മയുണ്ട്, താങ്കൾ തന്ന ധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതും എൻ്റെ സമയവും വിനിയോഗിച്ചിട്ട് ഞാൻ ഒരു ഹോട്ടല് വാങ്ങി, അതിൽ ഇപ്പം ഞാനാണ് ഇതിൻ്റെ ഓണർ, ഹോട്ടൽ നല്ല നിലയിൽ നടന്നു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരാളെ കുറിച്ച് വല്ല വിവരവും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ നിന്നും കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ അയാൾ ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം താങ്കൾ കൊടുത്ത പണം അയാൾ മുഴുവൻ ചൂത് കളിച്ച് തീർത്തു. അതിനുശേഷം പണം തികയാതെ വന്നപ്പോൾ അയാൾ പകൽ മുഴുവൻ ഭിക്ഷ യാചിക്കും, വീണ്ടും രാത്രി പോയിരുന്ന് ചൂത് കളിക്കും. ഇതാണ് അയാളുടെ നിലവിലത്തെ അവസ്ഥ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, താങ്കൾ അവനക്ക് ആ പൈസ കൊടുത്തത് ശരിയായില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകനെയും കൂട്ടി അച്ഛൻ വീണ്ടും തിരികെ വീട്ടിലേക്ക് വന്നിട്ട് ഈ മകനോട് പറയുന്നുണ്ട്, നമ്മൾ 2 പേരും കൂടിയിട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പൈസ കൊണ്ട് കൊടുത്തത്, അതിൽ ആ പണത്തിനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്തത് ആരാണെന്ന് നീ കണ്ടല്ലോ. ഹോട്ടൽ ഉടമ ആ പണത്തിനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ സമയവും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് അദ്ദേഹം തന്റെ സക്സസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തത്. എന്നാൽ ആദ്യത്തെ ആൾക്ക് ആ പണം എന്ത് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ സമയം എന്ത് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു, അദ്ദേഹം പഴയ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. എന്നാൽ 3ാമത്തെ ആള് പഴയതിലും മോശമായി പോയി. എന്നിട്ട് അദ്ദേഹം മകനൊക്കെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വിഡ്ഢി എന്ന് പറയുന്നത് എന്താണ്, അവനക്ക് കിട്ടിയ സമയവും നേരാവണ്ണം യൂസ് ചെയ്യാതെ അതിനെ അലസതയിലും മടിയിലും ഉപേക്ഷിച്ച് നടക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും പടച്ചവൻ തുല്യമായിട്ട് വീതിച്ചു തന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് സമയമാണ്. അപ്പൊ നമുക്ക് പടച്ചവന്റെ അടുത്ത് പരാതി പറയാനും പറ്റില്ല, എനിക്ക് സക്സസ് ആകാൻ പറ്റിയില്ല, ഇന്നയാള് സക്സസ് ആയി, മറ്റേ ആള് സക്സസ് ആയി, അവരെ കണ്ടില്ലേ ഇവരെ കണ്ടില്ലേ, അതുപോലെ എനിക്ക് ആകാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരു കാരണവശാലും നമുക്ക് പടച്ചവന്റെ അടുത്ത് പോയി പരാതി പറയാനൊരു അവസരമില്ല. ആ അവസരം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സമയമുണ്ട്, എല്ലാവരും സമയത്തിനെയാണ് യൂസ് ചെയ്തിട്ട് അതിനെ മണിയാക്കി അവർ ട്രാൻസ്ഫോം ചെയ്യിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടൈം ഈസ് ഈക്വൽ ടു മണി എന്നാണ് പറയുന്നത്. അപ്പൊ പണ്ടത്തെ മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സൂര്യൻ ഉദിക്കുമ്പം അവര് എഴുന്നേൽക്കും, എന്നിട്ട് പകൽ സമയത്ത് അവര് വർക്ക് ചെയ്യും, സൂര്യൻ അസ്തമിക്കുമ്പം അവര് വിശ്രമത്തിലേക്ക് കടക്കും. എന്നാല് അവരതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിരുന്നത് പ്രകൃതിയുടെ സൗണ്ട് കേട്ടിട്ടാണ് അവർ എഴുന്നേറ്റിരുന്നത്. എന്നാൽ 1819 നമ്മുടെ എന്താണ് ബൾബ് കണ്ടുപിടിച്ചില്ലേ ഒരാള്, ആരാണ്? എഡിസൺ ബൾബ് കണ്ടുപിടിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു? രാത്രിയൊക്കെ പകലായിപ്പോയി, ആൾക്കാരൊക്കെ വെറുതെ ഇരുന്ന് സമയം കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് മാറി. എന്നാൽ ആ സമയം യൂസ് ചെയ്യുവല്ല ചെയ്യുന്നത്, വെറുതെ സ്ക്രോൾ ചെയ്തും അത് ചെയ്തും ഇത് ചെയ്തും
രാത്രിനെ പകലാക്കി അവരുടെ ആരോഗ്യവും സമയവും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പം ആളുകൾക്ക് എന്താണ്, ഉറങ്ങാനൊരു ടൈം അവർ നിശ്ചയിക്കുന്നില്ല, ഉണരാനും ഒരു ടൈം നിശ്ചയിക്കുന്നില്ല. തോന്നുമ്പോൾ പോയി കിടന്നുറങ്ങും, തോന്നുമ്പോൾ എഴുന്നേറ്റ് വരുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് എന്നിട്ട് പകല് എഴുന്നേറ്റിട്ട് സക്സസ് ആയവരെ കണ്ടിട്ട് പറയും എനിക്ക് സക്സസ് ആകാൻ പറ്റുന്നില്ല ആ, എന്നുള്ളൊരു പരാതിയും പറയുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണേലും നമ്മുടെ ടൈമിനെ യൂസ് ചെയ്യാം അല്ലേ? അപ്പം അതിനെന്ത് ചെയ്യേണ്ടത്? ടൈം മാനേജ്മെന്റ് റൂള് നമ്മൾ പാലിക്കുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങാനും ഉണരാനും ഒക്കെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ടൈം നിശ്ചയിച്ചേ പറ്റുള്ളൂ അല്ലേ? അപ്പം അതിനെന്ത് ചെയ്യണം? ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ടൈം മാനേജ്മെന്റ് പാലിക്കാൻ പറ്റുള്ളൂ. ഡിസിപ്ലിൻ ഇല്ലാത്തടത്തോളം കാലം ഒരു മാനേജ്മെന്റും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. എല്ലാ മാനേജ്മെന്റും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് നമുക്ക് പാലിക്കാവുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ടൈമിനെ ബെനിഫിഷ്യറി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. പക്ഷെ ചിലരൊക്കെ ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കും, എന്നിട്ട് ഒരു ജോലി ചെയ്യും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് അവിടെ കിടക്കട്ടെ, അടുത്ത ജോലി ചെയ്യാം, അതും അവിടെ ഇടും, അടുത്ത ജോലി ചെയ്യാന്ന് പറഞ്ഞ് അതിലോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഫോണിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ പിന്നെ ഫോണിലോട്ട് പോകും. നോട്ടിഫിക്കേഷൻ നോക്കാനായിരിക്കും നമ്മൾ ഫോൺ എടുത്തത്, പക്ഷെ അതിലോട്ട് നോക്കാതെ നേരെ യൂട്യൂബിലോട്ട് കയറും. അതിൽ അപ്ഡേഷൻ വന്ന് കാണും. യൂട്യൂബും അടുത്ത് കഴിയുമ്പോൾ അടുത്ത ഇൻസ്റ്റയിലോട്ട് കയറും. അവിടെയും അടുത്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ എന്തിനാ ഫോൺ എടുത്തതെന്നുള്ള അവസ്ഥയിൽ തിരിച്ചു വരും. അപ്പോൾ എത്ര സമയം പോയി കിട്ടി? അങ്ങനെയാണ് ടു ഡു ലിസ്റ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സ് അത് കുരങ്ങന്റെ ഒരു സ്വഭാവമാണ് നമ്മുടെ മനസ്സിന്. അതിങ്ങനെ ചാടി ചാടി നടന്നുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും. അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സൈലന്റ് ആയിട്ടൊന്ന് ഇരുന്നിട്ട് നമ്മുടെ തോട്ട് പാറ്റേണിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയത്തില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോകും. ഇന്ന് എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് വേണമെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തോട്ട് പാറ്റേൺ കൺട്രോൾ ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ എല്ലാ ദിവസവും മെഡിറ്റേഷന് വേണ്ടിയിട്ടൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് എന്താണ് മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ അതും നമ്മുടെ തോട്ട് പാറ്റേൺ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മെമ്മറി പവർ, ഇപ്പോൾ ആളുകൾക്ക് അറ്റൻഷൻ സ്പാനും കുറഞ്ഞു വരുവാണ്, മെമ്മറി പവറും കുറഞ്ഞു വരുവാണ്. പെട്ടെന്ന് അടുത്തയിലിട്ട് ചാടി ചാടി പോകുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് ബൂസ്റ്റ് അപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്തു, പിന്നെ ഒരാഴ്ച ചെയ്തില്ല, അടുത്ത ദിവസം അങ്ങനെ ചെയ്തിട്ട് പ്രയോജനമില്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം 267 ദശലക്ഷം ഡോളർ വരുമാനമുള്ള ഒരു ജെറി വിൽഫോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൊമേഡിയൻ, അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സക്സസിന്റെ കാരണം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ എത്ര പെട്ടെന്ന് ഇത്രയും സമ്പാദ്യത്തിന് ഉടമയായി തീർന്നെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കൺസിസ്റ്റൻസിയാണ്. അദ്ദേഹം എല്ലാ ദിവസവും കോമഡി എഴുതാനായിട്ടിരിക്കും. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലുള്ള കലണ്ടറിൽ ഇൻറ്റു മാർക്ക് ഇട്ട് വയ്ക്കും, ഓരോ ഡേറ്റ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഇൻറ്റു മാർക്ക് ഇടും. അങ്ങനെ അത് ചങ്ങലയായിട്ട് തുടരുക എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കലണ്ടറിൽ പോയി ഇൻറ്റു മാർക്ക് ഇട്ടാൽ നമുക്ക് കൺസിസ്റ്റന്റ് ആകാൻ പറ്റുമോ? ഇല്ല. അതിനർത്ഥം എന്താണ്? അദ്ദേഹം എല്ലാ ദിവസവും കോമഡി എഴുതാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം ഫിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ചില ദിവസങ്ങളിൽ നമുക്ക് ഈ മെഡിറ്റേഷനോ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരു മൂഡ് കാണും, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രചോദനം കാണും. പക്ഷെ ചില ദിവസങ്ങളിൽ അത് കിട്ടത്തില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്നൊന്ന് ഉപയോഗിക്കാവുന്ന ഒരു റൂളാണ് 1 2 3 4 5 എന്ന് എണ്ണുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാവുക. ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ആ മെഡിറ്റേഷൻ ഒന്ന് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എങ്കിലും ഒരു 21 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എങ്കിലും ചെയ്ത് നമ്മുടെ
അലൈൻമെന്റ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് രാവിലെ തൊട്ടുള്ള ജോലികൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് അന്നത്തെ ദിവസത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരാളിപ്പോൾ 8 മണിക്കൂർ ജോലി ചെയ്യും, ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്തു. പക്ഷെ ആളുകൾ അതിൽ ഒരാൾ 8 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നതും എന്നിട്ട് ഒരാഴ്ച ലീവ് എടുക്കുകയും ചെയ്യുന്നു. വേറൊരാള് ഡെയിലി 4 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അപ്പം അതിൽ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന ആളാരായിരിക്കും? 4 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്ന ആളായിരിക്കും തീർച്ചയായിട്ടും പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാലും അദ്ദേഹത്തിന് ഇന്നത്തെ ജോലിയിൽ വന്ന തെറ്റുകുറ്റങ്ങൾ നാളത്തെ ജോലിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ജോലിയിൽ അയാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് മാറും. അപ്പം ഇന്ന് ചെയ്യാൻ നമുക്ക് ഒന്നും ഇല്ല അങ്ങനെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്താണ് ഒന്നും ചെയ്യാൻ അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ വെറുതെ ആരെയെങ്കിലും ഒക്കെ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്ത് നമ്മൾ കളയുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും? തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാകും. അതിനാണ് നമുക്കൊരു ഗോള് വേണമെന്ന് പറയുന്നത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗോളുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഗോളുണ്ട്. അവർ എന്താണ് രാവിലെ തന്നെ അവർ പുറത്തിറങ്ങി പോകും, കൂട്ടുകാരെ കാണും, അല്ലെ ജോലി സൈറ്റിലോട്ട് പോകും. അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് കുറേ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്ത്രീകൾ കൂടുതൽ ജോലിക്ക് പോകാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തന്നെ ഇരിക്കും. എന്നിട്ട് അറ്റാച്ച്മെന്റിന്റെ അങ്ങേ അറ്റമായിരിക്കും. ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിന്തിച്ച കാര്യത്തിനെ കുറിച്ച് ഹസ്ബൻഡിനോട് ചോദിക്കും. ആ മനുഷ്യനൊന്നും അറിഞ്ഞു കാണത്തില്ല. എന്നിട്ട് വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ച് ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു കാരണമാകും ഇത്. അത് എന്തുകൊണ്ടാണ്? ഓവർ തിങ്കിങ് കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ 30 ആൾക്ക് ഒരു ജോലിയില്ലല്ലോ. അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് തന്നെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വെറുതെ ഹസ്ബൻഡ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീരസങ്ങൾ ഉണ്ടാക്കും. അപ്പം അവർക്കൊരു ഗോൾ ഉള്ളതുകൊണ്ട് അവരതിനൊന്നും നിൽക്കത്തില്ല. പക്ഷെ സ്ത്രീകൾക്ക് ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലും സ്ത്രീകൾ ഒരു വഴക്കാളികളുടെ രൂപത്തിലോട്ട് മാറാൻ കാരണം അവർക്കൊരു ഗോൾ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഗോളുകൾ നമുക്ക് എന്താക്കാം? രണ്ട് ലോങ് ടൈം ഗോളുകളും ഷോർട്ട് ടൈം ഗോളുകളുമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഗോളുകളെ. അപ്പൊ ലോങ് ടൈം ഗോളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഗോളുകളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പിടുത്തവും കിട്ടത്തില്ല. അപ്പൊ 6 മാസം കൊണ്ട് നമുക്ക് ഈ ഗോളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ലൈഫ് സ്പാൻ അതിന് വെക്കുക. അല്ലെങ്കിൽ 3 മാസം കൊണ്ട് അവിടെ നിന്നും അതിനെ കട്ട് ചെയ്തിട്ട് 3 മാസം കൊണ്ട് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെയും അവിടെ നിന്നും കട്ട് ചെയ്തിട്ട് 1.5 മാസം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്നും കട്ട് ചെയ്ത് ഒരാഴ്ച കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ആ ഗോളിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ഈ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിക്കുവാണെങ്കിൽ എന്താണ്, നമുക്ക് ആ ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഗോളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഹെൽത്ത് ഗോൾ വേണം, നിർബന്ധമായിട്ട് നമുക്ക് ഹെൽത്ത് ഗോൾ ഉണ്ടായിരിക്കണം. ഹെൽത്ത് ഗോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റെങ്കിലും നമ്മളുടെ ബോഡീനോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ആരോഗ്യത്തിനോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആരും കൊണ്ട് തരത്തില്ല അത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഒരു 15, ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ബോഡി ഒന്ന് അനങ്ങുമെങ്കിലും ചെയ്യണ്ടേ? ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ എന്താണ്, എക്സസൈസ് ചെയ്യണം. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ സെല്ലുകൾക്ക് ഒരു ഊർജം കിട്ടും. മാത്രമല്ല നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ മെത്തേഡ് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ എക്സസൈസ് ചെയ്ത് നമ്മൾ ഒരു ദിവസം തുടങ്ങുവാണെങ്കിൽ ആ ദിവസത്തിന് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ ഹെൽത്ത് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പുറത്തുനിന്ന് ആരും വരത്തില്ല, നമ്മൾ ആരും ഇൻസ്പയറും ചെയ്യത്തില്ല. നമ്മളൊക്കെ പറയും ഞാൻ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മരിച്ചു പണിയെടുക്കും, ഞാൻ മരിക്കുക പോലും ചെയ്യുന്നു. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുവോ? അത് നമ്മൾ തന്നെ വേണം ചെയ്യാൻ. അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനോട് എപ്പോഴും നമുക്കൊരു കടപ്പാടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഗോൾ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഗോളുകളാണ്, ചുരുക്കി ഷോർട്ട് ടൈം ഗോളുകളിൽ പെട്ടതാണ് ഇതൊക്കെ.
അപ്പോൾ ഫാമിലി ഗോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനെങ്കിലും നമ്മൾ യൂസ് ചെയ്തിരിക്കണം. കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. നമ്മുടെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ അവരുമായിട്ട് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള നമ്മൾ സന്ദർഭം കണ്ടെത്തിയിരിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് മാറുന്നത്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു 6 മാസം കൊണ്ടൊക്കെ ഒരു സ്കില്ല്, എന്തെങ്കിലും ഒരു സ്കില്ല് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പം അത് പൈസ കൊടുത്ത് പഠിക്കുന്ന സ്കില്ലാണെങ്കിൽ അങ്ങനെ, അതല്ല നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ സ്കില്ലുകൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകുമ്പം നമ്മുടെ സമയം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു ഗാർഡനിങ് ഒക്കെ തുടങ്ങാം. കുട്ടികളൊക്കെ, ചെറിയ മക്കള്, അതായത് ടീനേജുകാരും അല്ലെങ്കിൽ ഒരു 10-30 വയസ്സ് വരെയുള്ളവർക്കൊക്കെ ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് എവിടെയെങ്കിലും ഒക്കെ പോയി ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം കാണും. അപ്പം അവർക്കൊക്കെ ലാംഗ്വേജ് പഠിക്കാനായിട്ട്, ഏതെങ്കിലുമൊക്കെ പുതിയ പുതിയ ലാംഗ്വേജുകൾ പഠിക്കാനായിട്ടൊക്കെ അവരുടെ സമയത്തിന് ഒരു ദിവസം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം വെച്ചിട്ട് എല്ലാ ദിവസവും അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു പരിപാടിയാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്, അല്ലേ? മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പോകുമ്പം അത് വൃത്തിക്കും മെനയ്ക്കും എല്ലാ ടാസ്കും ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിലേ അതിന് നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി ആരും കുറ്റം പറയാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു നമ്മളോടൊരു മടുപ്പ് തോന്നാത്ത രീതിയിൽ വൃത്തിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. മൾട്ടി ടാസ്കിങ് ചെയ്ത ഒരു 10 ഗോള് 10 ടു ഡു ലിസ്റ്റ് എഴുതി വെച്ച് കാണും. അത് 10 ചെയ്യാൻ ശ്രമിക്കും, അവസാനം ഒന്നും മര്യാദയ്ക്ക് ചെയ്ത് കാണത്തില്ല. അതിനേക്കാളും നല്ലത് ഇപ്പോൾ 3 വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയതെങ്കിൽ ആ 3 ചെയ്യുക. ബാക്കി 3 അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഈ ടു ഡു ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഏതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ടിക്ക് ഇട്ടിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞേക്കുക. ഇന്ന് അത് ചെയ്യാൻ സാധിച്ചതിന് അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ദൈവത്തിന് സ്തുതി, അങ്ങനെ പറഞ്ഞ് ആ ടു ഡു ലിസ്റ്റ് നമുക്ക് അവസാനിപ്പിക്കാം. ചെയ്യാൻ പറ്റാത്തതിന് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു, അങ്ങനെ പറഞ്ഞ് കറണ്ട് പോയിട്ടുണ്ട്. എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ അവസാനിപ്പിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ടൈമിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഓരോ ദിവസവും നമുക്ക് വന്നു ചേരുന്നുണ്ട്. അതായത് ഇപ്പം ഡിസ്ട്രാക്ഷനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഒരു കഥയിലൂടെ അവതരിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ മെച്ചം. അതായത് ഒരിടത്തൊരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു കഴുതയുണ്ടായിരുന്നു. അപ്പം ആ കർഷകൻ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ഈ കഴുതപ്പുറത്ത് വെച്ച് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങിക്കൊണ്ട് വരാനുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് ഈ കഴുതപ്പുറത്ത് വെച്ച് തന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അപ്പം ഈ കഴുതയ്ക്ക് സ്പീഡ് കുറവായതുകൊണ്ട് ഇദ്ദേഹത്തിന് അത് അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തിന് ഒരാഗ്രഹം തോന്നി, ഒരു കുതിരേനെ മേടിച്ചാലോ എന്ന്. അങ്ങനെ അദ്ദേഹം ഒരു കുതിരയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കഴുതയും കൂട്ടിക്കൊണ്ട് ഈ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചൊരു സഹയാത്രികനെ കണ്ടുമുട്ടുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഈ കുതിരേനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കഴുതപ്പുറത്ത് വെക്കാവുന്ന അത്രയും വെയിറ്റ് കുതിരപ്പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, എൻ്റെ ടൈം സേവ് ചെയ്യാമല്ലോ, എനിക്ക് കുറച്ച് സാധനമാണെങ്കിലും ഈ കുതിരപ്പുറത്ത് വെച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ എൻ്റെ ടൈം സേവ് ചെയ്യാം. പിന്നെ അത്യാവശ്യത്തിനൊക്കെ ഇന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന പോലെ അന്ന് കുതിരേനെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്തിരുന്നത്, അങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ കുതിരേനോടുള്ള ആ മോഹം ഇങ്ങനെ മൈൻഡിലിട്ട് ഒരു ദിവസം അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കുതിരേനെ ആയിട്ടാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ ഈ കഴുതേനെയും കുതിരേനെയും ഒരു സ്ഥലത്ത് തന്നെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കഴുതയും കുതിരയും സംസാരിക്കുമെന്നൊന്നും ലോജിക്കൽ തിങ്കിങ് ഒന്നും ചെയ്യരുത്, സംസാരിക്കും. ഈ കഥയിൽ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരാ കേട്ടോ. അപ്പം ഇവര് എന്താണ് കഴുതയും കുതിരയും ഭയങ്കര സംസാരത്തിലാണ്. അപ്പം ഈ കുതിര
മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരും. മാർക്കറ്റിലുള്ള എല്ലാ വിശേഷങ്ങളും കഴുതേനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴുതയ്ക്കാണെങ്കിൽ ഒന്നും പറയാനില്ല, ആ ആലേനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈഗോ കാരണം മൂപ്പർക്ക് എന്തെങ്കിലും പറയുകയും ചെയ്യണം. അപ്പൊ എന്തൊക്കെയോ വിഡിത്തങ്ങളൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ കുതിര പറയുന്നുണ്ട്, ഈ കാക്ക എന്ന് പറഞ്ഞത് എന്തൊരു വൃത്തികെട്ട ജീവിയാണ്, അതിന് കറുത്ത നിറമാണെന്ന് പറയുന്നത്. അപ്പം കുതിരയ്ക്ക് വിട്ടുകൊടുക്കാൻ എന്തെങ്കിലും പറയണമല്ലോ, അപ്പം വിട്ടുകൊടുക്കാൻ തോന്നില്ല. അപ്പം കഴുത തർക്കിക്കുക, ഇല്ല ഇല്ല, കാക്ക വെളുത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവര് ഭയങ്കരമായിട്ട് തർക്കമായി. കുതിര പറയും കാക്ക കറുത്തതാണ്, കഴുത പറയും കാക്ക വെളുത്തതാണെന്ന്. അങ്ങനെ ഇവര് തർക്കം മൂത്തപ്പം എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹത്തിനോട് നമുക്ക് പോയി ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും സിംഹത്തിൻ്റെ അടുത്ത് യാത്രയാവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് സിംഹത്തിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലിങ്ങനെ ഒരു തർക്കത്തിലാണ്. ഞാൻ പറയുന്നു കാക്ക കറുത്തതാണ്, ഇവൻ പറയുന്നു കാക്ക വെളുത്തതാണ്. താങ്കൾ തീരുമാനം എടുത്തിട്ട് കാക്ക വെളുത്തതാണെങ്കിൽ എന്നെ താങ്കൾ തിന്നോളൂ. കുതിര പറയുക, കാക്ക കറുത്തതാണെങ്കിൽ അവനെ തിന്നണമെന്ന് പറയുന്നുണ്ട്. അപ്പം കഴുത ഭയങ്കര പ്രാർത്ഥനയാ, കാക്ക വെളുത്തതാവണേ, കാക്ക വെളുത്തതാവണേ എന്ന്. പക്ഷെ കുതിരയ്ക്ക് ഭയങ്കര കോൺഫിഡൻറ്റാ, കാക്ക കറുത്തതാന്ന് മൂപ്പര് കണ്ടിട്ടുണ്ട്. അങ്ങനെ സിംഹം കുറച്ചു നേരം രണ്ടുപേരെയും നോക്കും, എന്നിട്ട് ആലോചിക്കും, എന്നിട്ട് പറയും, ഞാന് കുതിരേനെ തിന്നാൻ പോവുക. അപ്പം കുതിര ആകെ അന്തം വിടും. എന്നിട്ട് കുതിര ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാ എന്നെ തിന്നുന്നത്, കാക്ക കറുത്തതല്ലേന്ന് ചോദിക്കുന്നുണ്ട്. കാക്ക കറുത്തത് തന്നെയാണ്, പക്ഷെ ഇതുപോലത്തെ ഒരു മണ്ടന്റെ അടുത്ത് സംസാരിച്ച് ഇത്രയും സമയം കളഞ്ഞ് ഇവിടം വരെ യാത്ര ചെയ്ത് വന്നതിന് ബുദ്ധിയുള്ള നിന്നെ തിന്നെങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അപ്പോഴാണ് കുതിരയ്ക്ക് അതിന്റെ വിഡ്ഢിത്തം മനസ്സിലാകുന്നത്. അപ്പൊ കുതിര മാപ്പ് ചോദിച്ച് പിന്നെ അവരെ രണ്ടുപേരെയും തിന്നാതെ വിട്ടു എന്നൊക്കെയാണ് കഥ. ഇതുപോലെയാണ് നമ്മുടെ കഥയും. നമ്മുടെ ലൈഫിലേക്ക് ഇതുപോലെ ഡിസ്ട്രാക്റ്റ് ആക്കാൻ കുറെ ടീമുകൾ വരും. ഫോൺ എടുക്കുമ്പം ഏതെങ്കിലുമൊക്കെ കമന്റ് നമ്മൾ പോലും അറിയാതെ യൂട്യൂബിൽ കമന്റ് ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഇടുക, ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആരെങ്കിലും ഒക്കെ വിട്ട പോസ്റ്റുകൾക്കൊക്കെ കമന്റ് വിടുക, അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഇവരെന്തായിരിക്കും പിന്നെ മറുപടി പറയുക, നമ്മൾ ഒരു കമന്റ് വിട്ടുകയാണ്, അതിന്റെ മറുപടി അവർ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ നോക്കി നോക്കി ഒത്തിരി സമയം നമ്മൾ ഫോണിൽ കളയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അങ്ങനത്തെ പരിപാടിയൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കഴുതയുടെയും കുതിരയുടെയും കഥയൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഈ ഇങ്ങനത്തെ ലൂസ് ടോക്ക് നമ്മൾ ചിലപ്പം ഈ ഫോണിൽ തന്നെ ലൂസ് ടോക്കും ചെയ്യും. ഒരു ഉപകാരമില്ലാത്ത ടോക്കായിരിക്കും. എന്തെങ്കിലും മനുഷ്യന് പ്രയോജനമുള്ളതാണേ വേണ്ടില്ല. ആരെങ്കിലും ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരെങ്കിലും ഒക്കെ ഫോൺ വിളിക്കും. അപ്പൊ അത് അത്യാവശ്യമുള്ള കോളാണെങ്കിൽ മാത്രം നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സംസാരം അവസാനിപ്പിക്കാനുള്ള മാർഗം നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമ്മൾ മാറ്റങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത് എപ്പോഴാണ്, നമുക്ക് അതിനുള്ള അറിവുകൾ വന്നു ചേരുമ്പോഴാണ് നമ്മളിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ പ്രാവർത്തികമാക്കുക. എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു മാം, അടിപൊളി, മാഷാ അല്ലാ. താങ്ക് യു ആസിയ മാം, താങ്ക് യു. താങ്ക് യു മാം. ഇനി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. സൂപ്പറായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നല്ല താല്പര്യം. താങ്ക് യു സോ മച്ച്. അപ്പോ ഞാൻ ഇവിടുന്ന് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ടൈമിങ് 7:30 to 8:30 വരെ ഉണ്ട്. അതിനുശേഷം ഉണ്ടായിരുന്നു സമയം. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച് ആസിയ മാം. എല്ലാവർക്കും അപ്പൊ ടൈമിങ്ങിനെ കുറിച്ചുള്ളൊരു അറിവ് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടൈം എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇതില് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഹബ്സ മാമിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. കാരണം തുടങ്ങിയപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ ഹബ്സ മാം വന്നിട്ട് വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരൊക്കെയാണ് വീഡിയോയിൽ വരുന്നത് എന്നുള്ളത്. അങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുകയാണല്ലോ. അപ്പൊ നോക്കിയപ്പോ ആകെ ഹബ്സ മാം ആണ് തുടങ്ങിയപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്ക്സ്. കാരണം എന്താ വെച്ചാല് നമ്മൾ സംസാരിക്കുമ്പോൾ
നമ്മൾ താങ്ക് യു മാം. കേൾക്കാൻ ആൾക്കാരുണ്ടെന്ന് അറിയാം, പക്ഷേ അവരുടെ മുഖം കണ്ട് സംസാരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക, അതിൽ നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരുമ്പോ എല്ലാരും വീഡിയോ ഓഫാക്കി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു സ്കൂളില് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എല്ലാവരും തന്നെ അയൽക്കൂട്ടങ്ങള് അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ ഉണ്ട്. ഇവിടങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആരെയും കാണാതെ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറ്റും. കുറച്ച് ബിസിയാണ് സോ മാം, അതുകൊണ്ടാണ് ഓണാക്കാത്തത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇല്ല, ഇല്ല. അപ്പൊ എന്താണ്, ആഹ് നമ്മള് ഞാൻ വന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്താണ്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ ഏതൊരു അറിവ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, വീഡിയോ മോഡിൽ ഇരുന്ന് തന്നെ അത് കാണുക, കേൾക്കുക, അറിയുക എന്നുള്ളതാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അറിയണം, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അല്ലെ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കില് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ ഡിസ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ആ കാര്യങ്ങളിലൂടെ ഒക്കെ പോകും, ഒരു സൈഡിൽ ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടതാണെന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാവണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞത്. അത് അപ്പൊ എന്താണ്, നമുക്ക് ദ ആർട്ട് ഓഫ് ലൈഫിലേക്ക് തിരിച്ചു വരാം അല്ലെ. ഒരു കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം. മൈൻഡ്ഫുൾനെസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇനിയുള്ളത് എന്താണ്, മൈൻഡ്ഫുൾനെസ് എത്തി, ടൈം മാനേജ്മെന്റ് എത്തി, ഇനിയുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, സെൽഫിനോട് എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ട്? ഞാൻ ചെയ്യുന്നുണ്ട് മാം. ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ കിട്ടും. അതെന്തൊക്കെയാണെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടമൊക്കെ കൂടുന്നുണ്ടോ? നിങ്ങളെ കാണുമ്പോ ഒരു മൊഞ്ചൊക്കെ കൂടിയിട്ടുണ്ടോ? അതോ നേരത്തെ കാണുന്ന പോലെ ഒരു സങ്കട ഭാവത്തോടു കൂടിയാണോ കാണുന്നത്? അല്ല മാം, നല്ല ആരോഗ്യം, നല്ല സ്നേഹം, കുട്ടികളോടൊക്കെ നല്ല സ്നേഹം ഒക്കെ ഉണ്ട്. Yes. സന്തോഷം. അതായത് സമാധാനം. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്തുണ്ടാവും, നല്ല പവറായിട്ട് നമുക്ക് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാല്, യെസ്, ആത്മവിശ്വാസം. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലോ ആവും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരും. ആ സ്ഥാനത്ത് നമ്മളൊന്ന് നന്നായിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും അതെന്നെ കൊണ്ട് സാധിക്കുന്നതാണ്, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, എന്നെ കൊണ്ട് സാധിക്കുന്നതാണ് അതെന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി, ഗ്രാറ്റിറ്റ്യൂഡ് ഫീലോട് കൂടി ചെയ്യുമ്പം നമ്മൾ പോലും അറിയാതെ ആ ഓരോ കാര്യങ്ങളും അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്നും പറഞ്ഞാൽ മാത്രം മതിയോ? നമ്മൾ അത് എല്ലാ കാര്യത്തിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതോ ഏതെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞാൽ മതിയോ? ഇവൻ നമ്മളെല്ലാരും പഠിക്കുന്നതിൽ നമ്മൾ അറിയുന്നുണ്ട്, മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ മാത്രം മതിയോ? പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളോടെ നമ്മൾ കടന്നു പോകുന്നേ, ആ ഓരോ നിമിഷത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ? അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ മാറ്റം വരണമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളില് ഈ സെൽസിലൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫില്ലാവും. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ആവും. ആരോഗ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും നല്ല സെറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ വർക്കുകൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടും, നല്ല സന്തോഷം കിട്ടും, അതിലൂടെ ചിലപ്പോൾ നല്ല ബന്ധങ്ങൾ കിട്ടും, നല്ല സൗന്ദര്യം, അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഏക ടൂൾ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മുടെ ഈ ആർട്ട് ഓഫ് ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് മൈൻഡ്ഫുൾനെസ്സിലോട് കൂടി കടന്നു പോകുന്ന ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊന്ന് അതിലൂടെ ഒന്ന് കടന്നു പോയാലോ?
അപ്പൊ ഒരു നിമിഷം നമുക്കൊരു ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് കാമായിട്ട് നിങ്ങളെ മാത്രം ശ്രദ്ധിച്ച് ആ ശ്വാസത്തിലൂടെ ശ്രദ്ധിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിരിക്കുക. അപ്പൊ എന്താണ്, ആ ശ്വസിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഒന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഇന്ന് ശ്വസനത്തെ മാത്രം ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാം. ആ ശ്വസിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ട് ആ ശ്വാസത്തിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ലഭിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അത് ആലോചിച്ച് നോക്കിയാൽ മാത്രം പോരാ, ആ ആലോചിച്ച് നോക്കുന്നതിനോടൊപ്പം ആ ശ്വാസം എവിടെ നിന്ന് വന്നു, അത് എവിടെ പോകുന്നു, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, ആ ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റം എന്താണ്, ആ ശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്, അങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ടാവും ആ ഒരു ശ്വാസത്തെക്കുറിച്ച് മാത്രം. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കാമായിട്ട് ആ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പം ആകെ വിഷമിച്ചൊന്നും ഇരിക്കല്ലേ. എന്താണ്, നല്ല പുഞ്ചിരിച്ചു കൊണ്ട് ആ ശ്വാസത്തെ അനുഭവിച്ചറിയുക. ഒന്ന് ജസ്റ്റ് റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കുക. ഈ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ശ്വാസത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റി? അതിൽ ശ്രദ്ധിച്ചവർക്ക് അത് മനസ്സിലാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നിട്ടേ ആ ഒരു ശ്വാസത്തെ ഒരു നിമിഷം അല്ലെ ഒരു മിനിറ്റ് നമ്മളൊന്ന് അറിഞ്ഞുകൊണ്ട് ശ്വസിച്ചപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റി എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് നോക്കിയേ. ഈവൻ നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ വെള്ളത്തിനെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. എത്രത്തോളം ഉണ്ടാവും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്? പറഞ്ഞാൽ തീരുന്നതിലും അപ്പുറം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? യെസ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും, അതായത് ഈ ശ്വാസം എത്രത്തോളം നമ്മുടെ ശരീരവുമായിട്ട് ഇഴുകി ചേരുന്നുണ്ടോ, നമുക്ക് അറിയാൻ കഴിയാത്തത്രയും ഇഴുകി ചേരുന്നുണ്ടോ, അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ഇഴുകി ചേരണം എന്നുള്ളതാണ്. അപ്പൊ ഓരോ ശ്വാസത്തിനും ഓരോ നിമിഷത്തിനും നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും, അത് സംഭവിച്ചില്ലെങ്കിലും നമ്മൾ എന്താണ് ഫീൽ ചെയ്യേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് കുട്ടികളെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, വെൽക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ക് യു പറയണം എന്നുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താങ്ക് യു പറയണം എന്നുള്ളത്. നമ്മൾ ശരിക്കും അങ്ങനെ മാത്രമാണ് താങ്ക് യു പറയണത്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് തന്നാൽ ഒരു താങ്ക് യു പറയും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ താങ്ക് യു പറയാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒന്ന് താങ്ക് യു പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കിക്കേ. ഇതൊക്കെ ഇത്രയും കാലം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നോ? ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതൊന്ന് ഫീൽ ചെയ്ത് നോക്കിക്കേ. അതായത് നമ്മൾ എല്ലാവരും പറയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, നന്ദിയുള്ളവരായിരിക്കണം, ഞാൻ അത് ചെയ്യുന്നുണ്ട്, എന്ന് ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അത് എത്രത്തോളം നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സില് വരുന്നുണ്ടെന്ന് ഫീൽ ചെയ്ത് നോക്കുക. മാം ക്ലാസ് കേൾക്കുമ്പോഴും മനസ്സിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. പിന്നീട് അതിനകത്ത് പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരാൻ കുറച്ചൊരു കഴിയുന്നില്ല. ആഗ്രഹമുണ്ട് എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളത്. ഡിസിക്കുന്ന ആ ഒരു സമയത്ത് അത്രത്തോളം കഴിയുന്നില്ല. എന്തുകൊണ്ടോ അറിയില്ല, ആഗ്രഹമുണ്ട് മുഴുവനായിട്ടും ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, പറഞ്ഞുതരാം.
അപ്പൊ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് നോക്കിയേ. എന്തൊക്കെ കാര്യത്തിന് പറയും? ഒരുപാടില്ല. എങ്ങൾക്ക് തന്നെ പറയാനാകുമ്പം ഒന്ന് ശ്വാസത്തിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിനൊരു 100 കൂടുതൽ എഴുതാനുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങള്, ഓരോ അവയവങ്ങള്, ആ, അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്. ഇതുവരെ ഫീൽ ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് അറിഞ്ഞു വരുമ്പോൾ നമുക്ക് ലഭിച്ചതെല്ലാം ഇപ്പൊ ഈ നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന ഈ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ടോ? ആ മൊബൈൽ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ പലരുമായിട്ട് സംസാരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന അറിവുകൾ അതിൽ നിന്ന് നേടുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാറില്ല. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബുക്ക്, അല്ലെ ഒരു പേന, പിന്നെ എന്താ പറയാ, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ, നമ്മുടെ റൂമിലാണെങ്കിലും എത്രത്തോളം വസ്തുക്കളുണ്ട്, ഇതിന് എന്തെങ്കിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടോ? ഈവൻ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ചെയർ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അതിന് നമ്മൾ എപ്പോഴെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതേപോലെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ആ ഇത്രയാണെങ്കിലും നമ്മൾ ഇവർക്കൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇവരെ ലഭിച്ചത് കൊണ്ടാണ് ഞാൻ ഇവരോട് സംസാരിക്കുന്നത്, ഇവർ എൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഓരോ ബന്ധങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ബന്ധങ്ങളും നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആക്കണമോ അത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്താൽ ആ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആകുന്നുള്ളതാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യാം, ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏതൊരു പ്രശ്നം ആയിക്കോട്ടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാം, അത് ആദ്യം തന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ മൈൻഡിൽ കിടന്നിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാം, ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അതിനെ കുറച്ചും കൂടെ കൂടുതൽ വിപുലമാക്കും. എന്ത് പ്രശ്നമാണോ ആ പ്രശ്നത്തെ കൂടുതലാക്കി കളയാണ് ചെയ്യല്. പക്ഷെ ആ സ്ഥാനത്ത് നമുക്ക് ലഭിച്ചതിന് ആ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അതിലെ നന്മകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ആ പ്രശ്നം ഇങ്ങനെ പതിയെ സോൾവ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതൊക്കെയും ഗ്രാറ്റിറ്റ്യൂഡിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവൻ പറഞ്ഞു, നമ്മൾ ഹൃദയം കൊണ്ട് പറയാൻ സാധിക്കുമ്പോഴാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ പറ്റുക. ഇപ്പൊ വെറുതെ ആവുകൊണ്ട് നമുക്ക് സംസാരിക്കാം, എനിക്ക് കണ്ണുണ്ട്, എനിക്ക് കാതുണ്ട്, എനിക്ക് മൂക്കുണ്ട്, എനിക്ക് കൈയുണ്ട്, ഇതൊക്കെ. പക്ഷെ നിങ്ങൾ ആ ഓരോ അവയവത്തിന്റെയും പ്രവർത്തനങ്ങളെ എടുത്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന്. എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് കഴിയുമ്പം അത് ശരിക്കും നമുക്ക് അല്ലാത്ത ടൈമിങ്ങിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് സ്വന്തത്തെ എത്രത്തോളം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഇവോൾവ് ആകാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വീക്ഷിക്കുക. നിങ്ങളിൽ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളുണ്ടോ, പുറത്തൊന്നും പോകണ്ട, നിങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് മനസ്സ് തുറന്നങ്ങോട്ട് എഴുതുക. ഇല്ലാത്തതല്ലല്ലോ, ഉള്ളത് തന്നെയല്ലേ, ഇത്രയും നാളും കാണാതിരുന്നതല്ലേ. ഇന്നൊന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച്, ഇത്രത്തോളം അനുഗ്രഹം എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ, ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് എഴുതി നോക്കിക്കേ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, ഇത്രയും സമ്പത്തുള്ളവനാണ് ഞാൻ, അല്ലെങ്കിൽ ഇത്രത്തോളം ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ഇത്രത്തോളം ബന്ധങ്ങളുള്ള ഒരാളാണ് ഞാൻ, എന്നിട്ടും ഞാൻ എന്തിനാണ് ആവലാതിപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിൽ നാം നമ്മെ സൃഷ്ടിച്ചവനിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ആദ്യം തിരിച്ചറിയുക, നമ്മളിലെ ഓരോ അനുഗ്രഹങ്ങളെയും തിരിച്ചറിയുക, നമ്മളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ അറിയുക. വെറുതെ ഒരു ദിവസം എഴുന്നേറ്റു അതൊക്കെ ചെയ്തു എടുത്തു അങ്ങ് പോയി എന്നുള്ളതല്ല. ആ ഓരോ നിമിഷവും ആ എഴുന്നേറ്റ് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ചെയ്ത് അതിൻ്റെതായ രീതിയിൽ ആ ഒരു ദിവസത്തെ ഫുള്ള് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ആ പ്രസന്റ് ലൈഫിൽ നമുക്കുണ്ടാകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീക്കിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ഫീൽ ചെയ്യുക. ഇത്ര ടൈംസ് എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് എഴുതി തുടങ്ങുക.
നിങ്ങൾക്ക് പോലും അത് നിർത്താൻ കഴിയില്ല, ഇത്രത്തോളം കാര്യങ്ങൾ എന്നിലുണ്ടോ എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരാൾ സംശയം ചോദിച്ചതുപോലെ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എഴുതി തുടങ്ങണം എന്നുള്ളതാണ്. എനിക്ക് ഈ നിമിഷം എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ശബ്ദം നൽകിയിട്ടുണ്ട്, അതിനുവേണ്ട അവയവം നൽകിയിട്ടുണ്ട്, നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം നൽകിയിട്ടുണ്ട്, ആ ഒരു അറിവ് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു 1000 ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. അപ്പൊ നിങ്ങളിൽ ഓരോരുത്തരിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഈ ഒരു 1 വീക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഉള്ളിലൂടെ ഒന്ന് കടന്നു പോയിട്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് ഈ ഒരു വെബിനാറിലേക്ക് വരാം. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം, താങ്ക് ഫീഡ്ബാക്ക് യു പറയാം. മാം. താങ്ക് യു അസ്യ മാം. ഭയങ്കര എന്താ പറയാ ഒരു വൈബ്രേഷൻ. മാം ഇങ്ങനെ നമ്മോടിങ്ങനെ സംസാരിക്കുമ്പോ ആ കണ്ണ് അതെ നിറഞ്ഞ് മാമ സന്തോഷം. സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഫീല് കിടക്കുന്നത്. വല്ലാത്തൊരു വൈബ്രേഷൻ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച് ആസ്യ മാം. കുറെ കാലമായി താങ്ക് മാമിന്റെ യു. സൗണ്ട് കേട്ടിട്ട്. ഞാൻ ലേറ്റ് ആയി പോയി, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, എത്തിയപ്പോ ഒന്ന് കേറിയതാ. യാ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിനെ യു. കുറിച്ചോ പറയുന്നതിനെ കുറിച്ചോ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമ്മള് ആ ഒരു സംഭവത്തിന് അതുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതും കൂടെ എടുത്തെഴുതണാവും ബെറ്റർ അല്ലേ മാം? യെസ്. സാധാരണ എല്ലാരും എന്താ ചെയ്യുന്ന വെച്ചാല് സെൽഫ് ലവിന്റെ കണ്ണ് ഭാഗമായിട്ടും കാഴ്ച തമ്മിൽ സെൽഫ് ലവിന്റെ കാഴ്ചക്ക് നമ്മൾ കണ്ണ് തമ്മിൽ കണ്ണിൽ കാഴ്ച അങ്ങനെ ആ ഒരു ഇത് എടുത്ത് പ്രവർത്തനങ്ങളും കൂടെ എടുത്ത് പറയുമ്പോൾ അതിന്റെ ഒരു ഇത് കൂടും അല്ലേ? യെസ്. എന്താണ് എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് നല്ല കണ്ണുകൾ നൽകിയതിന് താങ്ക് യു, ചെവികൾ നൽകിയതിന് താങ്ക് യു, എനിക്ക് ഓരോ അവയവങ്ങൾ നൽകിയതിന് താങ്ക് യു എന്ന് പറയും. ആ അവയവങ്ങളുടെ പ്രാധാന്യം നിങ്ങളൊന്ന് എടുത്ത് പറഞ്ഞൊന്ന് ചെയ്തു നോക്കിയേ. അപ്പൊ ആ ഒരു അവയവത്തിന് ആ അവയവത്തിനുണ്ടാവുന്ന ആ അവയവത്തിനുണ്ടാവുന്ന പോരായ്മ പോലും അവിടെ മാറിക്കിട്ടും എന്നുള്ളതാണ് ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത. ഇപ്പോൾ കണ്ണിനാണെങ്കിലും കാതിനാണെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പക്ഷെ അതിൻ്റെ കഴിവിനെ എടുത്തു പറയണം. എൻ്റെ കണ്ണ്, കാഴ്ചശക്തിയുള്ള കണ്ണുകൾ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നു, അറിവുകൾ നേടാൻ സാധിക്കുന്നു എന്നൊന്ന് ഫീൽ ചെയ്ത് നന്നായിട്ട് പറഞ്ഞു നോക്കുമ്പോൾ ആ കണ്ണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പോലും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഓർത്ത് നോക്കിയേ. നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് പ്രയാസം തോന്നുന്ന അവയവങ്ങൾക്കുള്ളത്, ആ അവയവങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ അതങ്ങനെ മാറണത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് പിന്നല്ലേ അതിപ്പോ ഇങ്ങനെ മാറാൻ പോവല്ലേ, പക്ഷെ നിങ്ങൾ ശരിക്കും ഒന്ന് അറിഞ്ഞു കൊണ്ടുവന്നിട്ട് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ, അപ്പൊ അത് മാറി എന്നുള്ളതാണ്. മോനെ, ഇനി ഞാന് നിന്റെ ഓക്കെ, ഇനി എനിത്തിങ്? അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എല്ലാ വെള്ളിയാഴ്ചയുമുള്ള ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നവരോടെല്ലാം ഒന്ന് അറിയിക്കുക. എല്ലാ ഫ്രൈഡേസിലും ഇൻഷാല്ലാ അതുണ്ടാവും. അതേപോലെ തന്നെ ചെയ്യാത്തവർക്ക് നമുക്ക് വിട്ടുകൊടുത്തൂടെ മാം? എങ്ങനെ EFT പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾക്കും ഈ ലിങ്ക് വിട്ടുകൊടുത്തൂടെ? ഈ വെബിനാർ എല്ലാവർക്കും ഉള്ളതാണ്. EFT ചെയ്തവർക്കും അല്ലാത്തവർക്കും എല്ലാം. ഇത് പബ്ലിക്കലി കൊടുക്കുന്ന ഒരു വെബിനാർ ആണ്, എല്ലാ ആഴ്ചയിലും ഉള്ളതാണ്. വെബിനാർ മീൻസ് ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു വിസ്ഡം ഷെയറിംഗ് ആണ്. അപ്പൊ അതിലെല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. മാം ഇതിന്റെ ലിങ്ക് ഉണ്ടോ യൂട്യൂബ്? യെസ്, യൂട്യൂബിലേക്ക് ഇടും, നൈറ്റ് തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോരുത്തരും ആ ഒരു കാര്യങ്ങൾ വീഡിയോ ഇടുന്നത് വീണ്ടും കാണുക. അതേപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഹീലി ഹബിന്റെ കീഴിൽ ഒരുപാട് കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കോഴ്സാണ്. അത് 999 ആണ്. അൽഹംദുലില്ലാ, അത് ചെയ്തവർക്ക്, അത് അറിഞ്ഞ് ചെയ്തവർക്ക് നല്ല മാറ്റമുണ്ട് ജീവിതത്തിൽ. ഇപ്പം ഈ കഴിഞ്ഞ ഒരു ദിവസം കൂടെ മാജിക് മണി ചെയ്തിട്ട് പേയ്മെന്റ് കിട്ടിയ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ജമീല മാം ആണ് പറഞ്ഞത്. അതേപോലെ പലരും. അപ്പൊ അതിൽ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷൻ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഫോർഗീവ്നെസിന്റെ കോഴ്സും ഓൾറെഡി നടന്നു കഴിഞ്ഞ 2 ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് കിഡ്സിനും പേരൻസിനും നിങ്ങളുടെ എന്താ പറയാ
മാരേജ് ആവാറായിട്ടുള്ള കുട്ടികൾക്ക്, അങ്ങനെ ഓരോ സെക്ഷനിൽ കൗൺസിലിങ്ങും ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഹീലിംഗ് ഹബിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും എന്ത് ചെയ്യാം, ഹീലിംഗ് ഹബിനെ സമീപിക്കാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ജസാക്കല്ലാഹ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Okay, thank you, ma'am. Thank you so much. താങ്ക് യു. സാറിന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു മാം. ജോബി സാറ് എന്താ KCF ബാച്ചില് ജോബി സാറ് തന്നെയല്ലേ? അതെ, ഏ? ആ, അന്ന് പൊങ്ങിയിട്ട് ഇന്ന് പൊങ്ങാണ്. കണ്ടിട്ടേ ഇല്ല പിന്നീട്. അതെ, അതെ, അതെ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ ശ്രദ്ധിക്കായിരുന്നു, അപ്പൊ വീഡിയോയിൽ വന്നിരുന്നതുകൊണ്ട്. അപ്പൊ ഓക്കെ, സാർ അന്നൊക്കെ ആക്റ്റീവായിരുന്നു. ഓക്കെ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വീക്ക് കാണാം.